ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ മുമ്പേ പ്ലാൻ ചെയ്ത് വെച്ചൊന്നുമല്ല കേട്ടോ. പെട്ടെന്ന് എന്നാൽ പിന്നെ ഇന്നൊരു വ്ളോഗ് എടുത്തേക്കാം അങ്ങനെ വിചാരിച്ചെടുത്ത ഒരു വ്ളോഗാണ് ഇത്. ഒരു ഫ്രൈഡേ മോർണിംഗ് ആണ് കേട്ടോ. എനിക്ക് കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജിലിരുന്ന സമയത്താണ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അത് വേറൊന്നുമല്ല, എനിക്ക് കുറച്ച് സമയം കോളേജിലിരുന്ന് പഠിക്കാൻ കിട്ടി. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് 10th പ്രിലിംസിൻ്റെ എക്സാം വരുന്നത് ഈ സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ വിചാരിച്ചു 7th ഒരു ലീവ് എടുത്താലോ എന്നൊക്കെ വിചാരിച്ചു, കാര്യം 8th എക്സാം ആണല്ലോ. പക്ഷെ പിന്നീട് എന്താണ്, ആ സമയത്ത് തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 ടീച്ചേഴ്സിന് വാല്യുവേഷൻ ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിവിടെ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒരു ഷോർട്ടേജ് വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടൊരു റിവിഷനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ലീവ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, പഠിക്കാൻ കറക്റ്റായിട്ട് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ കോളേജിലൊക്കെ കയറി ഒരു മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കറക്റ്റ് ഒരു രീതിയിലൊന്ന് ഫോളോ ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ എക്സാം പെട്ടെന്ന് വന്നു. മുമ്പൊക്കെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ലോണം നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ നമുക്കത് എക്സാം ഹാളിൽ ചെന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ എന്താണ്, എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്, അതേപോലെ എല്ലാം തെറ്റാണെന്നുള്ള ഓപ്ഷനും ഒക്കെ വരുന്ന അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ച് ഓർത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് എന്തായാലും മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിവിഷന് തന്നെയാണ് ഫോക്കസ് കൊടുക്കുന്നത്. കുറേ ഇങ്ങനെ ഓടി നടന്ന് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ അതാദ്യം പെർമനൻ്റ് ആക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അങ്ങനെ ആക്കാത്ത പക്ഷം ഉണ്ടായ കുറേ എൻ്റെ എല്ലാ എക്സാംസിലും എനിക്ക് വന്നിരിക്കുന്ന നെഗറ്റീവുകളൊക്കെ എന്നെ വീണ്ടും വീണ്ടും റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ലീവ് എടുത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മനസ്സിൽ അന്ന് കുറച്ച് സമയമെങ്കിലും പഠിക്കാൻ പറ്റണേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ പോയത്. ഭാഗ്യം എന്ന് പറയട്ടെ, എനിക്കന്ന് ഫുൾ ഡേ ഫ്രീ ആയിട്ട് കിട്ടി കേട്ടോ. എന്ന് വെച്ചാൽ കോളേജിലുള്ള ആ ഒരു ഫുൾ സമയവും ഫ്രീ ആയിട്ട് തന്നെ കിട്ടി. കാരണം കോളേജിലൊരു പ്രോഗ്രാം ആയിരുന്നു. സോ അതുകൊണ്ട് ക്ലാസ്സിലൊന്നും പോകണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ പോകാനുള്ള ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോയാലും എങ്ങനെ വന്നാലും ഒരു 1.5-2 മണിക്കൂറെടുത്ത് എന്തായാലും ഫ്രീ കിട്ടും. പിന്നെ ഫ്രൈഡേ കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് പിന്നെ കോളേജിലേക്കുള്ളത് അന്നിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ആ 2 മണിക്കൂർ റിവൈസ് ചെയ്യാമെന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്തായാലും ഇന്ന് ക്ലാസ്സിൽ പോകണ്ടാത്തത് കൊണ്ട് തന്നെ ഫുൾ ടൈം പഠിക്കാൻ കിട്ടി. അപ്പോൾ ഞാൻ 8:30 ആയപ്പോൾ ചെന്നു. അതിനുശേഷം നമ്മൾ പിന്നെ അന്ന് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാനൊരു 10 മണിയായിട്ടോ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എങ്കിൽ പിന്നെ വ്ളോഗ് എടുത്തേക്കാം. അപ്പം അങ്ങനെ അതുകൊണ്ട് ആ സമയം തൊട്ടുള്ളതാണ് വ്ളോഗിലുള്ളത്. അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പ്ലാൻ ചെയ്തല്ല ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് അത് മുതലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ എൻ്റെ ഒരു റിവിഷൻ മെത്തേഡ്, ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ഒരു റിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ആക്റ്റീവ് റീകോൾ മെത്തേഡാണ്. അതായത് ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ പണ്ടത്തെ അത്ര പഠിക്കാനൊന്നും ഒരു സമയം കിട്ടുന്നില്ല. അത് കോളേജിൽ പോയതുകൊണ്ടല്ല കേട്ടോ. ശരിക്കും കോളേജിൽ പോയത് കൊണ്ട് എനിക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ ഫ്രീ ടൈം എനിക്ക് കുറച്ചുകൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ. കാരണം ഞാൻ എപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി അവൻ ഉറങ്ങുന്ന സമയത്ത് ഒക്കെ ഓരോന്ന് ചെയ്ത് എങ്ങനെ പോലും നമുക്ക് ഓടിയെത്താൻ പറ്റില്ല. പക്ഷെ കോളേജിൽ പോകുമ്പോൾ എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ പോലും എങ്ങനെ പോലും 1-2 മണിക്കൂറൊക്കെ ഇടയ്ക്ക് എനിക്ക് ടൈം കിട്ടും. പക്ഷേ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻട്രിയുടെ ക്ലാസ്സുകളുണ്ട്, അഡ്ഹോക്കിൻ്റെ ക്ലാസ്സുകളുണ്ട്. അഡ്ഹോക്ക് പിന്നെ ഇപ്പം ഈ മാസം പോകുന്നില്ല, മാർച്ചിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എൻട്രിയുടെ എന്തായാലും 2 കോഴ്സുകൾ ഇപ്പോഴും പോകുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാതെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ടൈം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഫ്രീ ടൈം കോളേജിൽ വെച്ച് കിട്ടുന്ന സമയത്തും ഞാൻ ആ എൻട്രിയുടെ നോട്ട്സ് ഉണ്ടാക്കുന്നു, ആ കോഴ്സസിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതുകൊണ്ടാണ് പഠിക്കാൻ വീണ്ടും സമയം കിട്ടാതെ വരുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ഈ യൂട്യൂബ് ചാനലില്ല, അല്ലെങ്കിൽ എന്താണ് വേറെ എൻട്രിയുടെ ക്ലാസ്സുകളൊന്നും ഇല്ലെങ്കിൽ ബാക്കി കംപ്ലീറ്റ് സമയം നമുക്ക് പഠിത്തത്തിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. സോ ഞാൻ പറഞ്ഞു വന്നത്,
ഞാനപ്പോൾ ഈ ഒരു സമയം എന്തായാലും ഇനിയിപ്പോൾ എക്സാം ആണല്ലോ, അപ്പോൾ പഠിച്ചേക്കാമെന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ എനിക്ക് ആദ്യം ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഈ ഒരു 1.5 മാസം എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട്, അതായത് പ്രോപ്പർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി എനിക്ക് PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇപ്പോൾ കോളേജിൽ കയറിയ ആദ്യത്തെ ഒരു മാസമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ കൂടുതലും ആ ഒരു സിലബസ് എടുത്ത് അത് കവർ ചെയ്യാനുള്ള നോട്ട്സ് കണ്ടെത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ സമയം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് PSC എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. സോ എനിക്ക് അതുകൊണ്ട് ഈ ഒരു എക്സാം വന്ന സമയത്ത് എക്സാമിന് എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഓക്കെ, ഞാൻ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ ഒരു തോട്ടായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, പറ്റണത് ചെയ്യുക. ഇപ്പം ഈ നന്നായിട്ട് പഠിച്ചു വെക്കുക, അത് അടുത്തൊരു എക്സാമിനാണെങ്കിലും പ്രയോജനപ്പെടും. സോ കിട്ടുന്ന സമയത്ത് കുറച്ച് സമയം എന്തായാലും പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണ്ടെന്നല്ല, എന്നാൽ പോലും കുറച്ച് സമയം എങ്ങനെയെങ്കിലും പഠിക്കുക. ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ, അതായത് ഇങ്ങനെ എൻ്റെ മനസ്സിൽ വിചാരിക്കാൻ തന്നെ എനിക്ക് 2-3 ദിവസം എടുത്തെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനാണ്. എൻട്രിയുടെ ക്ലാസ്സുകളുടെ കാര്യം ചെയ്യണോ, യൂട്യൂബിൻ്റെ കാര്യം നോക്കണോ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ PSC ചാനലുണ്ടല്ലോ, അപ്പം അതിൻ്റെ കാര്യം നോക്കണോ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കണോ, ഇനി പഠിച്ച ആ 10th പ്രിലിംസ് കിട്ടുമോ, അങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് ജസ്റ്റ് റിവൈസ് എങ്കിലും ചെയ്യാം. ഇനിയിപ്പം ഈ 10th പ്രിലിംസ് അല്ല, ഇനി വരുന്ന എക്സാമിനാണെങ്കിലും ഒരു കൺസിസ്റ്റൻസി എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ള രീതിയിലേക്ക് വരാം. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു പിന്നെ ജസ്റ്റ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ തേഴ്സ്ഡേ വെനസ്ഡേ ഒക്കെ ഞാൻ കുറച്ച് പഠിച്ചു. ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയം കിട്ടിയില്ല. ഞാൻ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം കോളേജിലിരിക്കുന്ന സമയത്ത് പിന്നെയും അത് ഫോളോ ചെയ്യാം. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പുറകെ ഓരോരോ കാര്യങ്ങൾക്ക് നടന്ന് പിന്നെ നമ്മൾ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വരും. ഇപ്പോൾ കോളേജിലെ പിറ്റേ ദിവസത്തേക്കുള്ളത് നോക്കണം, അല്ലെങ്കിൽ എൻട്രിയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പഠിത്തമാണ് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും പഠിച്ച കുറച്ച് കാര്യങ്ങൾ റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഞാൻ തേഴ്സ്ഡേ നൈറ്റിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ദേശീയ പതാക, ദേശീയഗാനം, ദേശീയഗീതമൊക്കെ എപ്പോഴും ചോദിക്കുമല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ള. അപ്പോൾ ആ ടോപ്പിക്ക് ഞാൻ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ പഠിച്ചത്. സോ ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ചു അതൊന്ന് ആക്റ്റീവ് റീകോളിങ് ചെയ്തു നോക്കാം. അപ്പോൾ ഞാൻ അതാണ് പറയുന്നത്, ഏറ്റവും നല്ലൊരു റിവിഷൻ മെത്തേഡാണ് ഈ ആക്റ്റീവ് റീകോളിങ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കത് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഈ ഇടയ്ക്കാണ് ശരിക്കും അത് ചെയ്തു തുടങ്ങിയത്. അതായത് ഇപ്പം നമ്മൾ ഒരു കാര്യം പഠിക്കുന്നു, എന്നിട്ട് അത് ഒന്നില്ലെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒന്ന് എഴുതി നോക്കുക. അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം ഒന്ന് എഴുതുക. ഞാനിപ്പോൾ ചിലപ്പം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ എഴുതും. അല്ലെങ്കിൽ ഞാൻ എന്തായാലും പിറ്റേ ദിവസം പഠിക്കുന്നതിന് മുന്നേ എന്തായാലും അതൊന്ന് എഴുതി നോക്കും. അപ്പോൾ അതായത് നമ്മളിപ്പം ദേശീയ പതാകയെ പറ്റിയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ദേശീയ ഗാനത്തെ പറ്റിയാണ് പഠിക്കുന്നെങ്കിൽ നമ്മൾ എഴുതാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോരോ പോയിന്റുകൾ നമ്മുടെ മനസ്സിൽ വരും. ഇത് ബംഗാളി ഭാഷയിലാണ് രചിച്ചത്, രവീന്ദ്രനാഥ ടാഗോറാണ്. ഇതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും അദ്ദേഹമാണ്. അങ്ങനെ ഓരോ പോയിന്റും. പിന്നെ എന്താണ്, ഭരണഘടനാ നിർമ്മാണ സമിതി ഇതിനെ അംഗീകരിച്ചത് 1950 ജാനുവരി 24 അങ്ങനെ നമ്മൾ തന്നെ ഓർത്ത് ഓരോ പോയിന്റുകൾ എഴുതും. എന്നിട്ട് ഞാൻ പിന്നെ നമ്മുടെ നോട്ടുമായിട്ട് നോക്കിയിട്ട് ഏതൊക്കെ ശരിയായി, അപ്പോൾ നമ്മൾ ആ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ തെറ്റിപ്പോയത്, അത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വേറൊരു കളർ, ഇപ്പോൾ നമ്മൾ ബ്ലൂ പെൻ വെച്ചിട്ടാണ് നോർമലി എഴുതുന്നെങ്കിൽ വേറൊരു റെഡോ അല്ലെങ്കിൽ ബ്ലാക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ അതൊന്ന് ഓർത്തിരിക്കാനുള്ള രീതിയിൽ ഞാൻ ഒന്നുകൂടെ അവിടേക്ക് എഴുതി ചേർക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മളിപ്പോൾ ഇന്നിങ്ങനെ ഒരു കാര്യം പഠിച്ചു, അത് പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് റീകോൾ ചെയ്തിട്ട് പോയാൽ പിന്നെയും അത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 3 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 7 ദിവസം കൂടുമ്പോഴൊക്കെ ഇത് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സാധനം തന്നെ, അതായത് ഈ ഒരു പറഞ്ഞ ടോപ്പിക്ക് തന്നെ ഞാനൊരു 4-5 വട്ടം ഇങ്ങനെ എഴുതി നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം ഞാൻ അതിൻ്റെ മനസ്സിലത് നല്ല തറവായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു പഠിക്കേണ്ടതെന്ന് ഞാൻ വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. നമ്മൾ നേരത്തെയൊക്കെ ആണെങ്കിലും ഞാൻ ആ LDCയുടെ സമയത്ത് ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓൾമോസ്റ്റ് സിലബസ് കവർ ചെയ്തു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രോപ്പർ റിവിഷൻ നടത്താൻ പറ്റിയില്ല. ഒന്ന്, കുട്ടി ഹോസ്പിറ്റലിലായിരുന്നു, ഒരു 1 വീക്ക് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷേ അതൊരു എക്സ്ക്യൂസായിട്ട് ഞാൻ പറയുമല്ല, അതിനിടയിലും നമുക്ക് പഠിക്കാൻ സമയം കണ്ടെത്താമായിരുന്നു, അങ്ങനെ കണ്ടെത്തണമായിരുന്നു. അപ്പോൾ പക്ഷെ പഠിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അന്ന് അത്രയും റിവൈസ് ചെയ്യാനൊക്കെ പറ്റാത്തത്. ഞാൻ അന്നും ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇപ്പം നിങ്ങളിൽ ഇപ്പോൾ വേറെ ജോലിയൊന്നും നോക്കാതെ PSC തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി നിങ്ങൾ ടോപ്പിക്സ് പഠിച്ച് പോകണം, വേണ്ടാന്നല്ല, പക്ഷെ ഒരു 1 അവർ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. അത് നിങ്ങൾക്ക് അത്രയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഞാനൊക്കെ പലപ്പോഴും നേരത്തെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഓക്കെ, അന്ന് പഠിക്കാൻ കിട്ടുന്ന സമയം പഠിക്കാം, ഇനിയും റിവിഷൻ ചെയ്യാൻ പോയാൽ നമ്മുടെ മുന്നോട്ട് സിലബസ് പോവില്ല, അങ്ങനൊരു തോട്ടായിരുന്നു എൻ്റെ മനസ്സിൽ.
പക്ഷേ ഇപ്പം ഇങ്ങനെ ഈ ഒരു ഇത്തരത്തിൽ റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലോണം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് റിവൈസ് ചെയ്യാനും ശ്രമിക്കുക. ഞാൻ ഏകദേശം ഒരു 11:15 വരെ ഇരുന്ന് പഠിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ അവിടെ പള്ളിയിൽ പോകണമായിരുന്നേ. അതായത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഫ്രൈഡേ ആണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ദുഃഖവെള്ളിയാഴ്ച അവിടെ നമ്മുടെ പള്ളിയിൽ കഞ്ഞി കിട്ടും, കഞ്ഞിയും പയറുമൊക്കെ കിട്ടും. അപ്പം സാധാരണ അവരൊക്കെ ബാക്കി കോളേജിലുള്ള ബാക്കി എല്ലാവരും ആ ഒരു സമയത്ത് അവിടെ പോയി കഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ബ്രേക്ക് ടൈമാണ് 11:30 to 12 എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ പോയി കഴിക്കും. അപ്പോൾ അന്ന് ഞങ്ങൾ ചോറ് കൊണ്ടുവരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ അത് മാത്രമല്ല, അവിടെ ഈ കുറലങ്ങാട് പള്ളിയിൽ 3 നോമ്പ് തിരുനാളാണ് ഇനി വരുന്ന 3 ദിവസം, തിങ്കൾ ചൊവ്വ ബുധൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അതിൻ്റെ പെരുന്നാളിൻ്റേതായ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് എന്തായാലും ഒന്ന് അതിലേക്കൊന്ന് കണ്ടിറങ്ങി പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 11:15 വരെ പഠിച്ചു എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഈ നോട്ടൊക്കെ ഞാൻ നേരത്തെ എഴുതി വെച്ചാണ്. ഇത് കേരള ജോഗ്രഫിയുടെ നോട്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മറിച്ച് നോക്കുമായിരുന്നു. എല്ലാം നല്ലോണം എഴുതി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നത് തന്നെ ഇവിടെ നിന്നാന്ന് ഓരോ പോയിൻറ്റിൻ്റെ ഒപ്പമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. പിന്നെ അതേപോലെ ഞാൻ വീട്ടിൽ നിന്ന് പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ ഉണ്ടായതാണ്. അപ്പോൾ അത് മിസ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് പഴുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. പഴുത്തിട്ടില്ലാത്തതുകൊണ്ട് എന്തായാലും പഴുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കുവാണ്. അങ്ങനെ ഞങ്ങളിതേ പള്ളിയിൽ പോയി കഞ്ഞിയൊക്കെ കുടിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ 3 നോമ്പ് തിരുനാൾ വരുന്നത് കൊണ്ട് തന്നെ അവിടെ കടകളൊക്കെ ഏറെക്കുറെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് നടന്ന് പോരാന്ന് പറഞ്ഞ് അങ്ങനെ നടക്കാനിറങ്ങിയതാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഒപ്പം ഒരു ചെരുപ്പ് കൂടെ വാങ്ങിച്ചു കേട്ടോ. അതായത് ഒരു ഷൂ മോഡലുള്ള ചെരുപ്പ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോഴത്തേക്കും മിസ്സ് ഒക്കെ പറഞ്ഞു, അതായത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ചെരുപ്പാണ്. മിസ്സിനും അതേപോലെ നമ്മുടെ ചേച്ചിക്കുമൊക്കെ അതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ അതേപോലെ ഇത് മിസ്സ് വാങ്ങിച്ച 2 സ്കേർട്ടാണ് കേട്ടോ. ഈ സ്കേർട്ടിനൊക്കെ 200 രൂപയുള്ളൂ. നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ പിന്നെ അത് വാങ്ങാൻ നിന്നില്ല. കാരണം ഓൾറെഡി എനിക്കിപ്പം കുറേ പലാസോ ഒക്കെ ഉണ്ട്. അതായത് വീട്ടിൽ ഞാനിപ്പോൾ പലാസോ അതേപോലെ നമ്മുടെ സാദാ ബനിയൻ അങ്ങനെ ഇടാറുണ്ട്. പിന്നെ നൈറ്റിയൊക്കെ ഓൾറെഡി ഈ ഒരു ഫീഡിങ് ഉള്ളതുകൊണ്ട് തന്നെ കുറേ നൈറ്റിയൊക്കെ എടുത്തു വെച്ചൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിലിടാൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ അത് മാത്രമല്ല കളക്ഷൻസ് കുറവായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നതായതുകൊണ്ട് തന്നെ ഒരുപാടില്ലായിരുന്നു. ഇവർക്ക് ശരിക്കും രാമപുരത്ത് ഈ അമ്മയ്ക്ക് കടയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നമ്മുടെ അടുത്ത് പറയുമായിരുന്നു. നല്ലതാണ്, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ കണ്ടിട്ടും നല്ലതാണെന്ന് തോന്നി കേട്ടോ. മിസ് എടുത്ത 2 സ്കേർട്ടും നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും സ്കേർട്ടൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് തിരിച്ച് നടക്കുവാണ്. നമുക്ക് ഇവിടുന്ന് പള്ളിയുടെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് അങ്ങ് പോയാൽ കോളേജിലേക്കൊരു ഷോർട്ട് കട്ടുണ്ട്. ആ വഴിയാണ് നമ്മൾ പോകുന്നതും വരുന്നതും ഒക്കെ, മീൻസ് പള്ളിയിലേക്ക് വരുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് പോവാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ വേറൊരു അവിടെ അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെയും കൂടെ കയറാനുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഐസ്ക്രീം വാങ്ങാനാണ് കേട്ടോ. അതായത് എനിക്ക് ആദ്യമായിട്ട് സാലറി കിട്ടിയതിൻ്റെ ചിലവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കോൺ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. അവിടെ ബട്ടർ സ്കോച്ചിൻ്റെ അടിപൊളി കോൺ ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കോളേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ചെരുപ്പ്. അത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുമെന്നൊക്കെയാണ് ചേച്ചിയൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ്. ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ ചെരുപ്പ് വാങ്ങുന്നതിൽ അത്ര ഒരു എന്താ പറയുക, ഇങ്ങനെ എന്ന് വെച്ചാൽ വേറെ നല്ല ഒരുപാട് ചെരുപ്പ്. ഇപ്പോൾ ഡ്രസ്സ് വാങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് കുറേ ഡ്രസ്സുകളുണ്ട്. പക്ഷേ ചെരുപ്പ് ഞാനിപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചാൽ അത് ഓൾമോസ്റ്റ് പോകാറൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ അടുത്തതിലേക്ക് നോക്കുകയുള്ളൂ. എന്തോ അതെനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡല്ല. അപ്പോൾ ഞാൻ പിന്നെ വന്ന് 12:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വന്നു കേട്ടോ. വന്ന് കുറച്ച് സമയമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് സമയം പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് പഠിച്ചില്ല കേട്ടോ. കാര്യം ആ ഒരു സമയമായതുകൊണ്ട് നമുക്ക് ആകെ ഒരു ടയേർഡായിട്ട് ഒരു ഉറക്കം വന്ന് ആ ഒരു രീതിയിലിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം നടന്ന് പഠിക്കുമായിരുന്നു. ഈ സമയത്ത് ഞാൻ ജോഗ്രഫി ആയിരുന്നു കേട്ടോ പഠിച്ചത്. ഈ പറഞ്ഞ പോലെ റിവിഷൻ തന്നെയാണ്. പക്ഷെ അത് അങ്ങനെ ഒരു ആക്റ്റീവ് റീകോളിംഗ് അല്ല ഞാൻ ചെയ്തത്. കാരണം ഞാനത് പഠിച്ചിട്ടില്ലായിരുന്നു. എന്ന് വെച്ചാൽ പണ്ട് പഠിച്ച് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുമായിരുന്നു.
അപ്പോൾ അങ്ങനെ കുറച്ച് സമയം പിന്നെ പഠിച്ചു. നമുക്ക് 2:15 ആകുമ്പോഴത്തേക്കുമാണ്, 2:15 അല്ല 2:20 ആവണം കേട്ടോ. 2:20 ആകുമ്പോഴത്തേക്കുമാണ് നമുക്ക് കറക്റ്റ് പോരാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ബുക്ക് വെക്കത്തുള്ളൂ നമുക്ക് സൈൻ ചെയ്യാനുള്ള. അപ്പോൾ അതുവരെ എന്തായാലും ഇനി അവിടെ ഇരിക്കണം. നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും പറ്റുന്നത്രയും സമയം പഠിക്കാം. ആ ഒരു സമയമായതുകൊണ്ട് പഠിത്തമൊക്കെ കണക്കാണ്, എന്നാൽ പോലും പറ്റണ പോലെ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു കുറച്ച് സമയം, എനിക്ക് തോന്നുന്നു 20 മിനിറ്റ് അത്രയും നേരം ഇങ്ങനെ വായിച്ചു പഠിച്ചൊക്കെ നടന്നു. ഞാൻ 20 മിനിറ്റ് എടുത്ത് പറയാൻ കാരണം ഞാൻ ഫോണിൽ ടൈമർ ഇട്ടിട്ടായിരുന്നു കേട്ടോ പഠിക്കാനിരുന്നത്. അതിന് ശേഷം ഞാൻ വിചാരിച്ചു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാമെന്ന് ഓർത്തു. കാരണം എനിക്കങ്ങനെ പഠിച്ച് നടന്നിട്ട് ആകെ ഒരു പറ്റണില്ലാത്ത പോലെ ആ ഒരു സമയമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഡേറ്റാസൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസും ചെയ്യുന്നു. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സ് പിന്നെ റിലേറ്റഡ് ഫാക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പഠിക്കാനാണെങ്കിലും അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ LGSൻ്റെ അതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ LGSൽ ഹിസ്റ്ററി ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 10th പ്രിലിംസിലേക്ക് വന്നപ്പോൾ ആ സെയിം ഏരിയയിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചൊക്കെ മാറ്റമുണ്ട്, പക്ഷേ എന്നാൽ പോലും ആ ഒരു LGSൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റിലേറ്റഡ് ഫാക്റ്റൊക്കെ പറഞ്ഞതിൽ നിന്ന് തന്നെയാണ് 10th പ്രിലിംസിലേക്ക് വന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് സമയം അതിനിരുന്നു. അതിനുശേഷം പിന്നെ പോരാനുള്ള സമയമായിട്ട് അങ്ങനെ നമ്മൾ പോന്നു. ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട്. ഭാവിയായിട്ട് കുറച്ച് നേരം കളിച്ചൊക്കെ ഇരുന്നു. അതിനുശേഷം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ബാക്കിയുള്ളതൊക്കെ വാഷ് ചെയ്യാനൊക്കെ ഇട്ടു. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫുഡ് കഴിച്ചു, ഒരു 11:30 ആയപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ട് എനിക്ക് വീട്ടിൽ വന്നപ്പോൾ വിശക്കുന്ന പോലെ തോന്നി കേട്ടോ. ഭയങ്കര വിശപ്പല്ല, എന്നാലും വിശന്ന പോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്താ കറിയെന്ന് നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പം കുഴപ്പമില്ല, എല്ലാം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കറികളാണ്. അങ്ങനെ ഞാൻ കുറച്ച് ചോറുണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ പൊതുവെ ഞാനിങ്ങനെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഫുഡ് കഴിക്കാറില്ല കേട്ടോ. ചോറുണ്ണാനിരിക്കാറില്ല. കാരണം നമ്മളൊരു 1:30 ആകുമ്പോഴല്ലേ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെ വിശക്കാറില്ല. ഇന്നെന്തായാലും അത്ര നേരത്തെ കഴിച്ചതുകൊണ്ടാവാം ചെറിയൊരു വിശപ്പ് തോന്നി. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും കഴിച്ചേക്കാം എന്ന് വിചാരിച്ചു. പിന്നെ അതിന് ശേഷം വാവയായിട്ട് കുറച്ച് നേരം കളിച്ചിരുന്നു. പിന്നെ അവന് ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ പാല് കൊടുക്കുന്നത്. പിന്നെ ഇപ്പം ഞാനിങ്ങനെ പോകുന്നതുകൊണ്ട് ഇവന് ഫോർമുല മിൽക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊരു നേരമേ ഉള്ളൂ. അതായത് രാവിലെ കുറുക്കൊക്കെ കൊടുത്ത് ഒന്ന് കുളിപ്പിച്ച് ചിലപ്പോൾ ആളൊന്ന് ഉറങ്ങും. അപ്പോൾ ആ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് മാത്രം അമ്മ ഫോർമുല മിൽക്ക് ഒരു നേരം കൊടുക്കും. പിന്നെ അതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്ത് പിന്നെ അവൻ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ഞാൻ വരും. അപ്പോൾ അങ്ങനെ പിന്നെ അവൻ്റെ കുറുക്കും കൂടെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറുക്കൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇപ്പോൾ കുറുക്കിൽ ഇപ്പോൾ അവൻ 10 months കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നട്ട്സൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്നട്ട് ഉണ്ട്, ബദാമും ഉണ്ട്. ബദാം നമ്മൾ മിക്കപ്പോഴും ഈ റാഗി ഇടുന്നതിൻ്റെ കൂടെ ഇട്ട് വെച്ചിട്ട് അത് അരച്ചെടുക്കാറുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്ക് ഇത് ഞാൻ ഡെയിലി ഇടാറില്ല, ഒരു 2 ദിവസമൊക്കെ കൂടുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഒത്തിരി ഇതാക്കി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നട്ട്സൊക്കെ ഇങ്ങനെ പൊടിച്ച് ഇട്ടിട്ടുണ്ട്. ഇപ്പം ആൾക്ക് ചില ദിവസങ്ങളിലൊക്കെ കുറുക്ക് കഴിക്കും, ചില ദിവസങ്ങളിൽ കുറുക്ക് കഴിക്കാൻ കുറച്ച് മടിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയിട്ട് വേണം അവന് കൊടുക്കാൻ. പിന്നെ അതേപോലെ വീട് ഒന്ന് ക്ലീൻ ചെയ്തേക്കാം, മീൻസ് തറയൊക്കെ ഒന്ന് തുടച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ലോഷനൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നേരെയില്ലാത്ത നേരത്തെ, അതായത് നാളെ എക്സാമാണ്, പക്ഷെ എന്തോ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ പ്രോപ്പറായിട്ട് പഠിച്ച് പോരാത്തതുകൊണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, അവിടെ അവൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്തപ്പോഴത്തേക്കും അവൻ ഫുഡ് തട്ടിമറിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. പക്ഷെ അമ്മ പറഞ്ഞു അമ്മ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അമ്മ ചെയ്തു അത്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാൻ ഇരിക്കാനുള്ള ഒരു സമയം ഇല്ല. കാരണം എനിക്കിന്ന് വൈകുന്നേരം ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷന് പോകണം. കല്യാണം ആക്ച്വലി നാളെയാണ്, പക്ഷെ നാളെ എനിക്ക് എക്സാം ഉള്ളതുകൊണ്ട് തന്നെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തലേദിവസം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ലോഗിൽ പറയാൻ. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ്, നമ്മുടെ വ്ലോഗ്സ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് ഓർക്കുക. വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. താങ്ക്